നിയമസഭയിലേക്ക്. ഇതുകൂടാതെ സാർ നിശ്ചിത പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ് ഉണ്ട്. ഇപ്പോൾ പോളിയോ വാക്സിനേഷന് 75 രൂപ, സാധാരണ ഒരു പ്രതിരോധ കുത്തിവയ്പ്പിന് 20 രൂപ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്. 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാർ. സർ, അതായത് 13,000 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 7,000 രൂപ ഓണറേറിയം പ്ലസ് 3,000 രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് പ്ലസ് പ്രവർത്തനങ്ങൾക്കുള്ള സേവനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സ് കൂടി കണക്കാക്കുമ്പോൾ ഒരു ആശയ്ക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് സർ. ഇപ്പോൾ പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് പല തെറ്റായ വാർത്തകൾ കൊടുക്കുന്നുണ്ട് സർ. സാർ, ഇതിൽ ഒരു കാര്യം കൂടി, ഇന്ന് ഒരു പത്രം എഴുതിയിരിക്കുന്നത് കണ്ട് ബഹുമാനിയായ ശാന്തകുമാരി MLA ഇന്നലെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ കണക്ക് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ്. അപ്പോൾ കണക്ക് പറയാതെ മന്ത്രി എന്ന് അതേ പത്രം തന്നെയാണ് അതിനു മുൻപ് മന്ത്രിയുടെ വാദം എന്നൊക്കെ എഴുതിയത്. ഞാനതുകൊണ്ട് കണക്ക് ബോധപൂർവ്വം മറ്റ് സംസ്ഥാനങ്ങളുടെ പേര് ഇവിടെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് സാർ. പക്ഷേ ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേര് കൂടി പറഞ്ഞ് ഇവിടെ ആ ഓണറേറിയം കൂടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു സാർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് 500 രൂപ, ആന്ധ്രാപ്രദേശ് 1000 രൂപ, അരുണാചൽ പ്രദേശ് 2000 രൂപ, ബീഹാർ 1000 രൂപ, ഛത്തീസ്ഗഡ് സർ ഇൻസെൻറ്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിൻ്റെ 75% മാത്രം സംസ്ഥാനം നൽകും. ഡൽഹി 3,000 രൂപ, ഗുജറാത്ത് 2,500 രൂപ, ഹരിയാന 6,100 രൂപ, ഹിമാചൽ പ്രദേശ് 4,700 രൂപ, ജാർഖണ്ഡ് 1000 രൂപ, കർണാടക 5,000 രൂപ, മഹാരാഷ്ട്ര 3,500 രൂപ, മണിപ്പൂർ 1000 രൂപ, മേഘാലയ 2,000, മധ്യപ്രദേശ് 4,000, ഒഡീഷ 1000, പുതുച്ചേരി 3,000, പഞ്ചാബ് 2,500, രാജസ്ഥാൻ 1,650, സിക്കിം 6,000, തമിഴ്നാട് 500, തെലങ്കാന 6,750, ത്രിപുര അതും സാർ ഇൻസെൻറ്റീവ്സിന് തുല്യമായിട്ടുള്ള 33% തുക അതാണ് സംസ്ഥാനം വെക്കുന്നത്. ഉത്തർപ്രദേശ് 1,500, ഉത്തരാഖണ്ഡ് 3,000, വെസ്റ്റ് ബംഗാൾ 5,250, കേരളം 7,000 സാർ. സാർ, ഇതാണ് കേരളത്തിൻ്റേതായിട്ട് ഇതാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് സാർ. ഇതോടൊപ്പം സാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ. സാർ, ഇതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ആശമാർക്ക് നൽകേണ്ടിയ ഇൻസെൻറ്റീവ്സിൽ 100 കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സാർ. 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആശമാർക്ക് ഇൻസെൻറ്റീവ്സ് മുടങ്ങാതെ നൽകിയിട്ടുള്ളത്. സാർ, ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് മെറ്റേണിറ്റി ലീവ് ആദ്യമായിട്ട് ആശമാർക്ക് അനുവദിച്ച് നൽകിയ സംസ്ഥാനം കേരളമാണ് സാർ. സാർ, അതുകൂടാതെ ഇപ്പോൾ 729 പേർ ജനപ്രതിനിധികളാണ്. ആശമാരിൽ 729 പേർ ജനപ്രതിനിധികളാണ്. അതിൽ 113 പേർ പ്രസിഡൻസോ വൈസ് പ്രസിഡൻസോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരോ ഒക്കെയാണ് സാർ. 1,230 പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സാർ. സാർ, അതുകൂടാതെ ഭാഗികമായി ക്ലിനിക്കുകളിലൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗികമായിട്ടുള്ള തൊഴിലും നമ്മുടെ ആശമാർ ചെയ്തു വരുന്നുണ്ട് സാർ. സാർ, ഇതുകൂടാതെ എങ്ങനെയാണ് കേരളം ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയട്ടെ സാർ. സാർ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആശാ സ്കീം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മിനിമം യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം 7ാം ക്ലാസ് ആയിരുന്നു സാർ. സാർ, പക്ഷേ പിന്നീട് ഒരു പാർലമെൻ്ററി സമിതി അത് 10ാം ക്ലാസ് ആക്കണം എന്ന് പറഞ്ഞു. കേരളം എന്താണ് ചെയ്തത്? ആ 7ാം ക്ലാസ് ഉള്ളവരെ പിരിച്ചുവിടുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അവർ വരണ്ട എന്ന് പറയുകയല്ല ചെയ്തത് സാർ. സാർ, കേരളം ചെയ്തത് ആ 7ാം ക്ലാസ് യോഗ്യത മാത്രം ഉള്ളവരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് ഇല്ലാത്തവരെ അവരെ സാക്ഷരതാ മിഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് മിഷൻ തന്നെ ചേർത്തുകൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു. അങ്ങനെ 1,792 പേർ 10ാം ക്ലാസ് പാസ്സായി സാർ. സാർ, അവിടെ നിർത്തിയില്ല കേരളം, സാർ. കേരളം അവിടെ നിർത്താതെ ഇപ്പോൾ തുടർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ സാർ 798 ആശമാർ ഹയർ സെക്കൻഡറിയിൽ +1 ജോയിൻ ചെയ്തിരിക്കുകയാണ് സാർ. അത് പൂർത്തിയാക്കും. ഇനിയും അവർക്ക് പഠിക്കണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടും സ്റ്റേറ്റ് മിഷൻ ചെയ്തു കൊടുക്കും സാർ. കഴിഞ്ഞ 3 വർഷമായി സാർ കമ്പ്യൂട്ടർ സാക്ഷരത എല്ലാ ആശമാർക്കും കമ്പ്യൂട്ടർ സാക്ഷരത നൽകിയ സംസ്ഥാനമാണ് സാർ കേരളം. സാർ, ഞാൻ പറയട്ടെ സാർ, അതായത് കേന്ദ്ര സ്കീമിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുമ്പോൾ എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാമെന്നുള്ളതിൻ്റെ നല്ല മാതൃകയാണ് സാർ കേരളം കാണിക്കുന്നത്. അത് ഓണറേറിയം ആണെങ്കിലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും സാമൂഹികമായിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതാണെങ്കിലും സാർ, അങ്ങനെയാണ് നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും സാർ. സാർ, അതുകൊണ്ട് ഇതിലൊരു അവ്യക്തതയുമില്ല. അതിനാൽ തന്നെ റൂൾ 50 പ്രകാരം നൽകിയിരിക്കുന്ന നോട്ടീസ് ഈ സഭ ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് അറിയിച്ചോളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ.